സംസ്ഥാനത്ത് മദ്യമൊഴുക്കുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ തൃശ്ശൂരിലെ സ്വകാര്യ ബ്രൂവറിക്ക് ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ തത്വത്തിൽ അനുമതി. ചാലക്കുടി പുഴയിൽ പ്രതിദിനം 7 ലക്ഷം ലിറ്റർ വെള്ളം ഊറ്റാൻ അനുമതി നൽകി ഇറിഗേഷൻ വകുപ്പും. ജനം എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനി തിരുവനന്തപുരത്ത് ചേരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് മദ്യമൊഴുക്കുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ തൃശ്ശൂരിലെ സ്വകാര്യ ബ്രൂവറിക്ക് ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. ചാലക്കുടി പുഴയിൽ പ്രതിദിനം 7 ലക്ഷം ലിറ്റർ വെള്ളം ഊറ്റാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പ്. സംസ്ഥാനത്ത് മദ്യമൊഴുക്കുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ തൃശ്ശൂരിലെ സ്വകാര്യ ബ്രൂവറിക്ക് ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ തത്വത്തിൽ അനുമതി നൽകി. വിവരങ്ങൾ നൽകാൻ ശാലിനി തിരുവനന്തപുരത്ത് ചേർന്നു. ശാലിനി, വിവരങ്ങൾ. നിഖില്, സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മദ്യമൊഴുക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇതിന് ചില സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകുന്ന രീതിയിലുള്ള ഉത്തരവുകളാണ് സർക്കാർ തലത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിൽ പൂലാനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൾസ് ബ്രൂവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് 2,50,000 HL നിന്ന് 5 ലക്ഷം HL ആയി അവരുടെ നിർമ്മാണം, ഒപ്പം തന്നെ അവരുടെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാനുള്ള അനുമതി നൽകുന്നതോടൊപ്പം തന്നെ ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളം ഊറ്റാനുള്ള അനുമതി കൂടി സർക്കാർ തലത്തിൽ നിന്ന് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടക്കമുള്ളവരുടെ അറിവോടുകൂടിയാണ് സർക്കാർ തലത്തിൽ നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില ഉത്തരവുകൾ സർക്കാർ തലത്തിൽ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ